വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ചു വന്നതാ. ആരെ പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട്. പേരെന്താ? നിഷാന. കല്ലൂർക്കാന്റെ വകയിലൊരു റിലേറ്റീവ്സാ, സ്വന്തം ബ്രദർ. സ്ഥലം എവിടെയാ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഓ മൈ ഗോഡ്. യെസ്. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്. നിങ്ങൾ പറ, എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത്? എൻ്റെ അറിവിൽ മെഹന്തി ഈ കയ്യിലിടാറുണ്ട്, ചിലപ്പോൾ കാലെന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഇട്ട് കണ്ടിട്ടുണ്ട്. വേറെ എവിടേക്ക് ഇടും? മുഖത്തിടുവോ? ഇനി വേറെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഇടുവോ? ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ട, ചീപ്പായിട്ട് കുറെ ഹിന്ദി സിനിമകളിൽ വന്നില്ലേ? കൊള്ളാം, നിനക്ക് പറ്റും. അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്ത് കുണ്ടിയില്ലേ? ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്നേ? അവള് മഹാപ്പഴയാട്ടോ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? എനിക്കെല്ലാം ഒരു വിചാരമുണ്ട്, ഇന്ത്യയിലും കയ്യിൽ പൈസ മേടിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം നിങ്ങൾ അടിമകളാണ്. ഓരോ മാരണങ്ങളെ വീട്ടിലേക്ക് പെണ്ണങ്ങൾ വിളിച്ചോറിയ കുൻസായ്മ. ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. ഒന്നുകൂടെ വിളിക്കട്ടാ? നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നു, വെറും പുഴു. അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ നിർത്തടി. ഇത്തരം തട്ടിപ്പുകൾ നിനക്കൊക്കെ തമാശയായിരിക്കും, പക്ഷെ എനിക്കുണ്ടായ മാനക്കേട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ പിറക്കണം, പിന്നെ അഭിമാനത്തോടെ ജീവിക്കാൻ പഠിക്കണം. എന്തുവാടേ ഇത്? ഇതാണോ പ്രാങ്ക്? ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഏറ്റവും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നതിനാണ് പ്രാങ്ക് എന്ന് പറയുന്നത്. ഷെയിം ഓൺ യു അഞ്ജലി, ഷെയിം ഓൺ യു. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. മണവാളൻ മൈലാഞ്ചി ഞാനിട്ടാ മതിയോ? സാറിനറിയോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ.